ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൊല്ലവർഷം 1200 ആണ്ട് ധനുമാസം 1 തീയതി മുതൽ 29 വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. വൃശ്ചികം രാശിയിൽ നിന്നും ധനു രാശിയിലേക്കുള്ള സൂര്യസംക്രമം വൃശ്ചികം 30 തീയതി ഞായറാഴ്ച രാത്രി 10:12 മിഥുനക്കൂറിൽ മകയിരം നക്ഷത്രത്തിലാണ്. സൂര്യൻ ധനു രാശിയിൽ മൂലം, പൂരാടം, ഉത്രാടം ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്നു. ധനു 1 തീയതി ചന്ദ്രൻ തിരുവാതിര നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി ധനു 29 തീയതി പുണർദം നക്ഷത്രത്തിൽ എത്തുന്നു. ശനി കുംഭൻ രാശിയിൽ ചതയം പൂരൂരുട്ടാതി നക്ഷത്രങ്ങളിലും, കേതു കന്നിയിൽ അത്തം നക്ഷത്രത്തിലും, രാഹു മീനത്തിൽ ഉത്രട്ടാതിയിലും, ചൊവ്വ കർക്കിടകത്തിൽ പൂയം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു. വൃശ്ചികൻ രാശിയിൽ സഞ്ചരിക്കുന്ന ബുധൻ ധനു 20 തീയതി ധനു രാശിയിലേക്കും, മകരം രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ധനു 13 തീയതി കുംഭൻ രാശിയിലേക്കും സംക്രമിക്കുന്നു. ഇടവൻ രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം രോഹിണി നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകളിലും ജനിച്ചവരുടെ കൊല്ലവർഷം 1200 ധനുമാസത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ പരിശോധിക്കുന്നു. ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭൂമി അധീനതയിൽ വന്നുചേരും. പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. നേത്രരോഗമോ തലവേദനയോ അലട്ടിയേക്കാം. വിലപ്പെട്ട വസ്തുക്കളോ ധനമോ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സുരക്ഷാ സംവിധാനം ശക്തമാക്കുവാൻ നിർബന്ധിതരാകും. കലാ കായിക രംഗത്തുള്ളവർക്ക് അവസരങ്ങളും പ്രോത്സാഹനങ്ങളും ലഭിക്കും. സാഹിത്യകാരന്മാർക്ക് സൃഷ്ടികളിൽ ശ്രദ്ധയും അനുവാചകരും കൂടും. അധ്യാപകർക്കും നിയമജ്ഞർക്കും ആദരവും പ്രശസ്തിയും വർദ്ധിക്കും. സന്താനങ്ങളുടെ സമീപനങ്ങളിൽ ആശ്വാസവും ആത്മാഭിമാനവും തോന്നും. സന്താനങ്ങളുടെ ഉപരിപഠന കാര്യത്തിൽ പണം ചെലവായിക്കും. കാര്യസാധ്യത്തിന് പണം തടസ്സമാകില്ല. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മനസ്സമാധാനം അനുഭവപ്പെടും. പരിശ്രമങ്ങളിൽ വിജയിക്കും. വസ്തുവകകളുടെ ക്രയവിക്രയങ്ങളിൽ ലാഭമുണ്ടാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. കുടുംബജീവിതത്തിൽ സമാധാനം നിറയും. ദാമ്പത്യ ജീവിതം സ്നേഹോഷ്മളമാകും. ശത്രുതയുള്ള ബന്ധുജനങ്ങളുമായി രമ്യതയിലാകും. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ഉണ്ടാകും. നിയമവിരുദ്ധ നടപടികളിൽ നിന്ന് യുക്തിപൂർവം പിന്മാറും. പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും. സ്വതസിദ്ധമായ കഴിവ് കർമ്മരംഗത്ത് ഗുണം ചെയ്യും. കാര്യങ്ങളിലെ സത്യാവസ്ഥ മനസ്സിലാക്കിയായിരിക്കും പ്രതികരിക്കുന്നത്. വസ്തു സംബന്ധമായ തർക്കങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സുഖഭോഗങ്ങൾക്കായി അനാവശ്യമായി പണം ചെലവഴിക്കും. മുടങ്ങിക്കിടക്കുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ഏത് കാര്യവും നൈപുണ്യത്തോടെ നിർവഹിക്കും. മറ്റുള്ളവരുടെ ചെലവിൽ പല സുഖസൗകര്യങ്ങളും അനുഭവയോഗ്യമാകും. ബിസിനസ് രംഗത്ത് വിപുലീകരണം സാധ്യമാകും. ആസൂത്രിത പദ്ധതികളിൽ അന്തിമമായി വിജയമുണ്ടാകും. പല വഴികളിലൂടെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ഭിന്ന അഭിപ്രായങ്ങളെ ഏകോപിപ്പിക്കുവാൻ കൂടുതൽ പരിശ്രമം വേണ്ടിവരും. മൂത്രാശയ കരൾ രോഗ പീഡകൾ അലട്ടിയേക്കാം. വിദേശത്ത് സ്ഥിരതാമസത്തിന് ശ്രമം നടത്തുന്നവർ അത് ഉപേക്ഷിച്ചേക്കും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാപാരം മന്ദഗതിയിലാണെങ്കിലും ലാഭം ലഭിച്ചുകൊണ്ടിരിക്കും. യുവാക്കൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ അലസത പ്രകടിപ്പിക്കും. കോടതി വ്യവഹാരങ്ങളിൽ അന്തിമ വിജയം കൈവരിക്കുവാൻ സാധിക്കും. മെച്ചപ്പെട്ട പല പദ്ധതികളും ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറും. സ്വന്തമായി പുതിയ ബിസിനസ് സംരംഭം തുടങ്ങും.
വ്യക്തമായ ധാരണയോടും ലക്ഷ്യബോധത്തോടും കൂടി പ്രവർത്തിക്കുവാൻ കഴിയും. ആരാധനാലയങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യും. ഭക്ഷണത്തിലൂടെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. വാത നീർദോഷങ്ങൾ അലട്ടിയേക്കും. ബന്ധുക്കളോടൊപ്പം ഉല്ലാസയാത്രയ്ക്ക് അവസരമുണ്ടാകും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വരുമാനത്തിൽ വർധനവ് ഉണ്ടാകും. എങ്കിലും അതനുസരിച്ച് ചെലവുകളും വർദ്ധിക്കും. പുതിയ വീട് നിർമ്മിക്കുന്നതിനായുള്ള ശ്രമം തുടങ്ങും. കൈവിട്ടു പോകും എന്ന് കരുതിയ വസ്തുക്കൾ തിരിച്ചു വാങ്ങുവാൻ സാധിക്കും. സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ലഭിക്കും. ബിസിനസ്സിൽ പൊതുവെ പരാജയം ആയിരിക്കും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും. സഹപ്രവർത്തകർക്കിടയിലെ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കും. യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ നല്ല തീരുമാനം ആകും. ഔദ്യോഗികമായി മുടങ്ങിയിട്ടുള്ള സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തോടെ ലഭിക്കും. ശിരോനാഡി രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. രോഗാവസ്ഥയിലുള്ളവർക്ക് രോഗം മൂർച്ഛിക്കും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സംരംഭങ്ങളിൽ പുരോഗതി ദൃശ്യമാകും. മനസ്സുഖം കുറയും. അധ്യാപകർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകും. യാത്രകൾ ക്ലേശകരമാകും. കർമ്മരംഗത്ത് അപവാദത്തിന് ഇടയുണ്ട്. വളർത്തുമൃഗങ്ങൾക്ക് നാശം സംഭവിക്കാം. തൊഴിൽ രഹിതർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ അവസരം ഉണ്ടാകും. ഒട്ടേറെ കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. അതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും. ഉദ്യോഗസ്ഥർ സർവ്വകാര്യങ്ങളിലും ലക്ഷ്യപ്രാപ്തി നേടും. മേലധികാരികൾ ഏൽപ്പിച്ച പദ്ധതികൾ പൂർത്തിയാക്കുവാൻ സാധിക്കും. സഹപ്രവർത്തകരുടെ നിസ്സീമമായ സഹകരണം ലഭിക്കും. സമാന ചിന്താഗതിക്കാരുമായി സംസർഗം ഉണ്ടാകുകയും അതിലൂടെ പുതിയ ആശയങ്ങൾ രൂപപ്പെടുകയും ചെയ്യും. അനാവശ്യമായ ഒരു ആദി മനസ്സിനെ അലട്ടിയേക്കും. പുണർതം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജോലിയിൽ സ്ഥിരതയുണ്ടാകും. അന്യദേശത്തുള്ളവർക്ക് നാട്ടിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കും. മോഹന വാഗ്ദാനങ്ങൾ നിർലോഭം നൽകും. എങ്കിലും അവയൊന്നും പാലിക്കപ്പെട്ടു എന്ന് വരില്ല. അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടും. സ്വന്തം ചുമതലകൾ ചിലപ്പോൾ അന്യരെ ഏൽപ്പിക്കും. ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഗുണമായി തീരും. സ്വതസിദ്ധമായ കഴിവുകൾ ആവശ്യമായ സമയത്ത് പ്രകടിപ്പിക്കുവാൻ കഴിയാതെ വരും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. അധ്യാപകർക്കും വക്കീലന്മാർക്കും അനുകൂല സമയമാണ്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മീയ കാര്യങ്ങൾക്കായി സമയം വിനിയോഗിക്കും. കുട്ടികളുടെ ചോറൂണിനോ വിവാഹത്തിനോ ക്ഷേത്രത്തിൽ പോകേണ്ടി വരും. ജോലിസ്ഥലത്ത് ശത്രുക്കളുടെ പ്രവർത്തനം ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. ആശുപത്രി വാസത്തിനും യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും. കുടുംബബന്ധം നിലനിർത്താനും സ്വത്തുതർക്കം പരിഹരിക്കാനും വിട്ടുവീഴ്ച വേണ്ടിവരും. അർഹമായ കാര്യങ്ങൾ അനുഭവത്തോടുകൂടി പ്രാബല്യത്തിൽ വരും. ആത്മാർത്ഥമായി പ്രവർത്തിച്ച് സർവ്വകാര്യങ്ങളിലും ലക്ഷ്യപ്രാപ്തി നേടും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും. ഒരു ആത്മസംതൃപ്തി അനുഭവപ്പെടും. സാമ്പത്തിക രംഗം മോശമാകില്ല. ഊഹക്കച്ചവടത്തിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ വീട് നിർമ്മിക്കുകയോ വാങ്ങുകയോ ചെയ്യും. സർക്കാർ ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കും. സർക്കാർ ലേലത്തിൽ പങ്കെടുക്കുന്നവർക്ക് വിജയം പ്രതീക്ഷിക്കാം. മാതാപിതാക്കൾക്ക് സുഖവും സംതൃപ്തിയും നൽകുന്നതിന് പരമാവധി ശ്രമിക്കും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും. ജോലിയിൽ നിന്നും വിട്ടുനിൽക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. കലാകായിക രംഗങ്ങളിൽ ഉള്ളവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. സാഹിത്യരചനകൾ ഭാവനയ്ക്ക് അനുസൃതമായി അവതരിപ്പിക്കുവാൻ കഴിയും. ശില്പികൾക്കും ചിത്രകാരന്മാർക്കും അംഗീകാരവും അവസരവും വന്നുചേരും. കക്ഷി രാഷ്ട്രീയത്തിൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കും. എങ്കിലും അനുഭവബലം കുറവായിരിക്കും. സന്താനങ്ങളുടെ ബഹുവിധ ആവശ്യങ്ങൾക്കായി ധനം ചെലവഴിക്കേണ്ടി വരും. ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ കൃത്യതയോടെ ചെയ്തു തീർക്കും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിഷ്കർഷയോടുകൂടിയ പ്രവർത്തനങ്ങളാൽ സാധ്യമാകും. പുണ്യപ്രവൃത്തികൾക്കും ധർമ്മപ്രവൃത്തികൾക്കും സഹകരിക്കും. അനാവശ്യമായ ആദിയും ദുസ്സംശയങ്ങളും മനസ്സിനെ അലട്ടും. നിലവിലുള്ള വാഹനം മാറി
പുതിയ വാഹനം വാങ്ങും. അപേക്ഷകൾക്ക് അംഗീകാരം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗമനം ഉണ്ടാകും. കൂട്ടുകച്ചവടത്തിൽ പരാജയം സംഭവിക്കും. സന്താനങ്ങളുടെ ഉന്നമനത്തിനായി കഠിനപ്രയത്നം വേണ്ടിവരും. ഉദരസംബന്ധമായ രോഗങ്ങൾ അലട്ടിയേക്കും. അമിത ചെലവുകൾക്കും സാധ്യതയുണ്ട്. സാധാരണ കാര്യങ്ങൾ തടസ്സം കൂടാതെ ഭംഗിയായി നടക്കും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക നില മെച്ചപ്പെടും. ഭാഗ്യപരീക്ഷണങ്ങളിൽ ഭാഗ്യം തുണയാകും. കുടുംബസുഖം അനുഭവപ്പെടും. കടബാധ്യതകൾക്ക് ഒട്ടൊക്കെ പരിഹാരമാകും. ഔദ്യോഗിക കാര്യങ്ങൾക്കായി ധാരാളം യാത്രകൾ വേണ്ടിവരും. പ്രയത്നങ്ങൾക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കും. ചെറിയ തോതിൽ ചികിത്സാ ചെലവുകളും വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരാൻ സാധിക്കും. ദീർഘകാല പദ്ധതികൾക്കായി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കും. വിദേശത്ത് സ്ഥിരതാമസത്തിന് അപേക്ഷ കൊടുത്തിട്ടുള്ളവർക്ക് അതിനുള്ള അനുമതി ലഭിക്കും. അസാധ്യമെന്ന് തോന്നുന്ന പലതും നിഷ്കർഷയോടുകൂടിയ പ്രവർത്തനങ്ങളാൽ സാധ്യമാകും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. തൊഴിൽ തേടുന്നവർക്ക് ഉദ്യോഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയും. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വീട് വിട്ട് താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. മനസ്സമാധാനം കുറയും. എങ്കിലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. സന്ധ്യ സംഭാഷണങ്ങളിൽ തൃപ്തിയുണ്ടാകും. ഉത്സാഹവും ആത്മവിശ്വാസവും വർദ്ധിക്കും. കാര്യനിർവഹണ ശക്തി പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും. സന്താനങ്ങളിലൂടെ നേട്ടങ്ങൾ വന്നുചേരും. മേലധികാരികളുടെ തെറ്റിദ്ധാരണ നീങ്ങുന്നത് ആശ്വാസമാകും. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനും ഉല്ലാസയാത്രകൾക്കും അവസരം ഉണ്ടാകും. തൊഴിൽ തേടുന്നവർക്ക് താൽക്കാലിക വരുമാനമാർഗം തുറന്നു കിട്ടും. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ടാകും. പ്രണയികൾക്ക് വീട്ടുകാരുടെ എതിർപ്പുണ്ടാകും. എങ്കിലും വിവാഹത്തിൽ കലാശിക്കും. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ ബിസിനസ്സിനായി പരിശ്രമം ഉണ്ടാകും. ദൂരദേശത്ത് തൊഴിലിന് പരിശ്രമിക്കുന്നവർക്ക് അവസരം ലഭിക്കും. ഉറ്റ ബന്ധുവിനെ സാമ്പത്തികമായി സഹായിക്കും. കച്ചവട രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും. പിതൃപുത്ര ബന്ധത്തിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉയരും. ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നും വിപരീത അനുഭവങ്ങൾ ഉണ്ടാകും. ഉത്തരവാദിത്തങ്ങൾ അന്യരെ ഏൽപ്പിക്കുന്നത് ദോഷമായി തീരും. ഒരു വിരസത അനുഭവപ്പെടും. എങ്കിലും സുഹൃത്തുക്കളുടെ ഉപദേശത്താൽ അതിജീവിക്കുവാൻ കഴിയും. വിജ്ഞാനം നേടാനും പകർന്നു കൊടുക്കുവാനും അവസരമുണ്ടാകും. ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ മടിക്കില്ല. ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ മരുന്നിലും വ്യായാമത്തിലും ശ്രദ്ധ വേണം. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും. അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കും. അതോടൊപ്പം സാമ്പത്തിക നില മെച്ചപ്പെടും. ക്ഷേത്ര ജീവനക്കാർക്ക് വരുമാനം വർദ്ധിക്കും. സ്വന്തക്കാരിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നേക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. പേരക്കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷം ഭവിക്കും. ആശ്വാസം സന്തോഷവും ലഭിക്കുന്ന വാർത്തകൾ വന്നുചേരും. ഈശ്വര പ്രാർത്ഥനയിലൂടെ ആത്മവിശ്വാസം സാധ്യമാകും. സൗമ്യ സമീപനത്താലും അർപ്പണ മനോഭാവത്താലും ദുർഘടങ്ങളെ അതിജീവിക്കും. ഔചിത്യമുള്ള സമീപന ശൈലി അംഗീകാരങ്ങൾ നേടിത്തരും. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശംസകൾ ലഭിക്കും. അസുഖങ്ങളെ അതിജീവിച്ച് ആരോഗ്യം നിലനിർത്തും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അപവാദങ്ങളും ധനനഷ്ടവും വന്നുചേരും. സ്ത്രീജനങ്ങളുമായി കലഹമുണ്ടാകും. ജീവിത പങ്കാളിയുമായി അകന്നു കഴിയേണ്ട സാഹചര്യം വന്നേക്കാം. ഭാരിച്ച ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സമയമാണ്. മാസം ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതി ഗുണകരമായിരിക്കും. ഉചിതമല്ലാത്ത പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായുള്ള ആത്മബന്ധത്തിൽ നിന്നും പിന്മാറും. ഭാവിയിലേക്ക് ഉപകാരപ്രദമായ ആത്മപ്രചോദനങ്ങൾ ഉണ്ടാകും. പൗരാണിക കാര്യങ്ങളോട് പ്രാമുഖ്യം കൂടും. എങ്കിലും ആധുനിക സമ്പ്രദായങ്ങൾ ഉൾക്കൊള്ളും. പൗരാണികവും ആധുനികവുമായ കാര്യങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. വ്യാപാര വിപണന മേഖലയിൽ പ്രതീക്ഷിച്ചതിലും പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. എങ്കിലും കാര്യങ്ങളിൽ ഒരു കരുതൽ വേണം. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്
തൊഴിൽ മേഖലയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. വിലപ്പെട്ട രേഖകൾ കയ്യിൽ വന്നുചേരും. വിപരീതമായി ചിന്തിച്ച് മനസ്സ് വിഷമിക്കും. യന്ത്ര സാമഗ്രികൾ കച്ചവടം ചെയ്യുന്നവർക്ക് നല്ല പുരോഗതി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. പൂർവിക സ്വത്ത് ഭാഗം വച്ചു ലഭിക്കും. ഭൂമി ക്രയവിക്രയത്തിൽ നഷ്ടം സംഭവിക്കും. ഭൂമിയിൽ നിന്നുള്ള ആദായം കുറയും. സന്താനങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസം തുടരും. ഈശ്വര പ്രാർത്ഥന അത്യാവശ്യം വേണ്ട സമയമാണ്. രോഗമുള്ളവർക്ക് അസുഖം വർദ്ധിക്കും. ആശുപത്രി വാസത്തിനും യോഗമുണ്ട്. ഭക്ഷണക്രമത്തിലും ശ്രദ്ധ വേണം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബിസിനസ് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരും. പൂർവിക സ്വത്ത് അനുഭവയോഗ്യമാകും. സഹോദരങ്ങളും സുഹൃത്തുക്കളും വളരെ ഉദാരമായി പെരുമാറും. ഊഹക്കച്ചവടത്തിലും ഷെയർ മാർക്കറ്റിങ്ങിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. കടബാധ്യതകൾ മധ്യസ്ഥർ മുഖേന പരിഹരിക്കും. സന്താനങ്ങളുടെ സംരക്ഷണത്തിൽ ആത്മാഭിമാനം തോന്നും. സന്താനങ്ങൾക്ക് പറ്റിയ അബദ്ധം പരിഹരിക്കും. സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് അനുയോജ്യമായ സാഹചര്യം ഉണ്ടാകും. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ നിന്നും മുക്തി നേടും. പുതിയ ഭൂമിയോ വീടോ അധീനതയിൽ വരും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നിയമന ഉത്തരവ് കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കും. സന്തോഷകരമായി കുടുംബജീവിതത്തിൽ പെട്ടെന്ന് പ്രയാസങ്ങൾ നിറയും. സന്താനങ്ങൾക്ക് ഉപദേശവും നിർദ്ദേശവും നൽകാൻ ബന്ധുവിൻ്റെ സഹായം തേടും. ശ്രമകരമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും. ആത്മീയ ചിന്തകൾ കൂടും. സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകും. ആർഭാടങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകുകയും പണം മിച്ചം വയ്ക്കുവാൻ കഴിയുകയും ചെയ്യും. മാതാവിൻ്റെ സ്നേഹം നഷ്ടപ്പെടുന്നതായി തോന്നും. മാതൃകുടുംബത്തിൽപ്പെട്ടവർ ശത്രുക്കളാകും. വിഷം ഉള്ളിൽ ചെല്ലുവാനോ വിഷദംശനത്തിനോ സാധ്യതയുള്ളതിനാൽ കരുതൽ വേണം. സ്വമനസാലെ ജോലി രാജിവെക്കേണ്ടതായും വന്നേക്കാം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സുഹൃത്ത് ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാകും. പിതൃസ്വത്ത് വീതം വെച്ച് കിട്ടും. ഓൺലൈൻ ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. ഔദ്യോഗിക രംഗത്ത് ശുഷ്കാന്തി ഉണ്ടാകും. ചുമതലകൾ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ കഴിയും. അന്യരുടെ പണം ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ക്രമാനുഗതമായ വളർച്ച അനുഭവപ്പെടും. സങ്കീർണമായ പ്രശ്നങ്ങളാണെങ്കിലും സംയോജിതമായ ഇടപെടലുകളിലൂടെ അനിശ്ചിതാവസ്ഥ അതിജീവിക്കും. ശത്രുതയിലായിരുന്ന പലരും മിത്രങ്ങളാകും. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കും. വ്യവസായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ചില അപകട സാധ്യതകൾ ഉണ്ട്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും. ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. പൂർവിക സ്വത്ത് ഭാഗം വെച്ച് കിട്ടും. ബന്ധുക്കളുടെ പ്രതികരണം അത്ര സുഖകരമായിരിക്കില്ല. പ്രധാന കാര്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകും. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തന്ത്രപൂർവ്വം പരിഹരിക്കുവാൻ സാധിക്കും. ചില കർമ്മപദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അനുഭവജ്ഞാനം ഉള്ളവരുടെ നിർദ്ദേശം സ്വീകാര്യമാകും. കലാകാരന്മാർക്ക് പണവും പ്രശസ്തിയും വർദ്ധിക്കും. യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ചെറുകിട സംരംഭങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിടും. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലതരം സുഖഭോഗങ്ങൾ നേടാനുള്ള അവസരമുണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് മനസ്സമാധാനം കുറഞ്ഞു എന്ന് വരാം. സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തും. ബിസിനസ്സുകാർക്ക് ചില സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകും. കടബാധ്യതകൾ കലഹത്തിന് വഴിയൊരുക്കും. പലതരം ചിന്തകൾ കൊണ്ട് മനസ്സ് വ്യാകുലമാകും. അവസരോചിതമായ ഇടപെടലുകൾ ഗുണം ചെയ്യും. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂല സാഹചര്യം വന്നുചേരും. രോഗികൾക്ക് ചികിത്സ ഫലിക്കും. ക്ഷമിക്കാനും സഹിക്കാനും ഉള്ള കഴിവ് ആർജിക്കും. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പരസ്യ ഏജൻസി മേഖലകളിൽ നേട്ടമുണ്ടാകും. ഷെയർ മാർക്കറ്റിംഗ് മേഖലയിലും ഊഹക്കച്ചവടത്തിലും നഷ്ടം സംഭവിക്കും. സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായവും സഹകരണവും കുറയും. മാനസികാവസ്ഥ മോശമായ നിലയിൽ ആയിരിക്കും. ബന്ധുക്കളുടെ പ്രതികരണത്തിൽ അപ്രീതി തോന്നും.
അഭിപ്രായ വ്യത്യാസങ്ങൾ തന്ത്രപൂർവ്വം പരിഹരിക്കുവാൻ കഴിയും. സുതാര്യമായ സമീപനത്തിലൂടെ കാര്യങ്ങൾ കുറേയൊക്കെ വിജയം നേടും. സുപ്രധാനമായ കാര്യങ്ങളിൽ അവസരോചിതമായ തീരുമാനം എടുക്കുവാൻ കഴിയും. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രമേഹമോ രക്തസമ്മർദ്ദമോ ഉള്ളവർക്ക് കുറച്ച് ശ്രദ്ധ വേണം. സന്താനങ്ങൾക്ക് അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. ഊഹക്കച്ചവടത്തിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നഷ്ടം സംഭവിക്കും. എല്ലാ രംഗങ്ങളിലും അല്പം കാലതാമസം നേരിടും. സ്ത്രീജനങ്ങൾ മുഖേന അപമാനിതരാകാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. മാസത്തിൻ്റെ രണ്ടാം പകുതി കാര്യങ്ങൾ കുറേയൊക്കെ അനുകൂലമാകും. ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. പ്രവൃത്തികളിൽ ശുഭസൂചനയും ആത്മവിശ്വാസവും തോന്നും. സന്താനങ്ങളുടെ കാര്യത്തിലും ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും. അന്യദേശത്തുള്ളവർ ജന്മനാട്ടിൽ തിരിച്ചെത്തും. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശാരീരിക പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. വീട് പണി മന്ദഗതിയിലാകും. വരുമാനത്തിൽ വർധനവ് ഉണ്ടാകും. എങ്കിലും ചെലവുകൾ ക്രമാതീതമായി വർദ്ധിക്കും. ചെയ്യാത്ത തെറ്റുകൾക്ക് പഴി കേൾക്കേണ്ടി വരും. ഭക്ഷ്യവിഷബാധയ്ക്കോ ആശുപത്രിവാസത്തിനോ യോഗമുണ്ട്. സ്ത്രീകൾക്ക് ഉദരസംബന്ധമായ അസുഖങ്ങൾ പിടിപെടും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമോ സ്ഥാനചലനമോ ഉണ്ടാകും. അന്ധമായ ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. മാസം രണ്ടാം പകുതിയാകുമ്പോൾ കുടുംബജീവിതത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷം സംജാതമാകും. തടസ്സങ്ങളെ അതിജീവിച്ച് കാര്യവിജയം സാധ്യമാകും. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും. കർമ്മരംഗം വിപുലമാകും. കർമ്മരംഗത്ത് ശുഭസൂചകങ്ങളായ അനുഭവങ്ങൾ വന്നുചേരും. വ്യവസ്ഥകൾ പാലിക്കാൻ നിർബന്ധിതരാകും. സ്ത്രീകൾ മുഖേന അപമാനിതരാകാൻ സാധ്യതയുണ്ട്. അവസരത്തിനൊത്ത് പെരുമാറാൻ ശ്രദ്ധിക്കണം. അയൽക്കാരുമായി വാക്ക് തർക്കത്തിനുള്ള സാഹചര്യം ഉണ്ടാകും. കടബാധ്യതകൾ വർദ്ധിക്കും. സുഹൃത്തുക്കളിൽ നിന്നും വേണ്ടത്ര സഹായ സഹകരണങ്ങൾ ലഭിച്ചേക്കില്ല. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. വിദഗ്ധ ചികിത്സയും വ്യായാമവും ആവശ്യമായി വരും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. പുതിയ പ്രവർത്തന മേഖലകളിലേക്ക് ചൂടുറപ്പിക്കും. വ്യാപാര വിപണന മേഖലയിൽ പണമുടക്കും. ഉത്സാഹവും ഉന്മേഷവും പ്രവർത്തനക്ഷമതയും ആഗ്രഹ സാഫല്യത്തിന് വഴിയൊരുക്കും. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ കഴിയും. ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും. അവധിയെടുത്ത് ഉല്ലാസയാത്രകളിൽ പങ്കെടുക്കും. വിശിഷ്ട സേവനത്തിന് അംഗീകാരവും പ്രശസ്തിയും ധനവും ലഭിക്കും. കൂട്ടുകച്ചവടത്തിൽ നഷ്ടം സംഭവിക്കും. സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന സ്ഥാനവും അംഗീകാരവും ലഭിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അംഗീകാരവും ബഹുമതിയും വന്നുചേരും. ശാസ്ത്രജ്ഞർക്കും അവസരം അനുകൂലമാണ്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകും. ബാങ്കിംഗ്, റവന്യൂ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. ധാരാളം യാത്രകൾ ആവശ്യമായി വരും. കുടുംബത്തിൽ സന്തോഷം അലയടിക്കും. പുതിയ വാഹനം, ഭൂമി എന്നിവ അധീനതയിൽ വന്നുചേരും. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അംഗീകാരവും പദവിയും വന്നുചേരും. വാക്കും പ്രവൃത്തിയും പ്രതീക്ഷിച്ചതിലും ഉപരി ഫലപ്രദമാകും. വ്യാപാര വിപണന മേഖലയിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിലെ അകൽച്ചകൾ അവസാനിക്കും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.